എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബേഡ്സിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അനാമിക സുമേഷാണ്. അപ്പം അനാമിക സുമേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ഡാൻസറാണ്, മാത്രമല്ല എയ്ത്തിൽ പഠിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അനാമികയുടെ തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഹായ് അനാമിക. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അനാമിക ഭയങ്കര ഹാപ്പി ആണല്ലോ. അതെ. എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഹാപ്പിയാണ്. എപ്പോഴും ചിരിച്ചു തന്നെ ഇങ്ങനെ ഇരിക്കും. ചിരി നമുക്ക് എപ്പോഴും നമ്മുടെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും ഈ ചിരി ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ഓക്കെ. അപ്പോൾ എപ്പോഴും നമ്മളെ ചിരിച്ച് നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് ചിരി തന്നെയല്ലേ? ഒരാൾ ദുഃഖിച്ചിരിക്കുന്നു, സങ്കടപ്പെട്ടിരിക്കുന്ന ആരും കാണാൻ താല്പര്യമില്ല. ഉണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ചിരി ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഐശ്വര്യമായിട്ട് പോട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എവിടെയാണ് വീട്? വീട് പെരുമൺമുണ്ടക്കൽ. പെരുമൺമുണ്ടക്കലാണല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനിയനുണ്ട്. അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഉണ്ടല്ലോ. അച്ഛനും അമ്മയൊക്കെ എന്താ വർക്ക് ചെയ്യാണോ? അച്ഛൻ ജോലിക്ക് വന്നുണ്ട്, കമ്പിപ്പണി. അമ്മ വീട്ടിൽ തന്നെ ഹൗസ് വൈഫാണ്. നിങ്ങൾക്ക് വെച്ച് ആഹാരമൊക്കെ വെച്ച് വിളമ്പി തരുന്ന ജോലി അല്ലേ? അതൊരു വലിയ ജോലിയാണ്. അതെ. ആണോ? അമ്മയെ സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്. അത് എപ്പോഴാണ് സഹായിക്കുക? എപ്പോഴും സഹായിക്കും. സ്കൂളിൽ പോകുന്നില്ലേ? സ്കൂളിൽ പോയിട്ട് വന്നിട്ടൊക്കെ സഹായിക്കും. വെരി ഗുഡ്. ഇപ്പൊ 8ലാണ് പഠിക്കുന്നത് അല്ലേ? ഇപ്പൊ 8ലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടാവും അല്ലേ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ല, നല്ലോണം പോകുന്നു. നന്നായിട്ട് പഠിക്കുന്നത്. പഠിക്കാനൊക്കെ എങ്ങനെ? നല്ല മിടിക്കാണ്. സ്കൂളിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് പോയിട്ട് വീട്ടിലോട്ട് വരാം വീണ്ടും അല്ലേ? സ്കൂളിലാണല്ലോ നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ടൈം സ്കൂളാണ്. ഇപ്പം ഫൈനൽ എക്സാം ഒക്കെ വരാൻ പോവാണ് അല്ലേ? സ്കൂളിലൊക്കെ എങ്ങനെയാണ്? എല്ലാവരും നല്ല ജോളിയായിട്ടൊക്കെ പോകുന്നുണ്ടോ? നല്ല വൈബാണ് സ്കൂള്. ആണോ? എന്താണ് ഈ വൈബ് എന്ന് ഉദ്ദേശിച്ചത്? എന്താണ്? ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര കൂടുതലും ബോയ്സ് ആണ്. ഇന്റർവെല്ല് ഇല്ലെങ്കിൽ ഫ്രീ പീരീഡ് വല്ലതും വരുവാണെങ്കിൽ ഇവന്മാര് ചോക്ക് എടുത്തിട്ട് എന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞങ്ങളിട്ട് വളഞ്ഞിട്ട് ചോക്ക് എടുത്ത് എറിഞ്ഞ് ഇങ്ങനെയൊക്കെയാ. ക്ലാസ്സൊക്കെ ഭയങ്കര അടിപൊളിയല്ലേ? കാര്യം നമുക്കിത് കുട്ടിക്കാലത്ത് നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ കിട്ടുന്ന ഒരു രസകരമായ അനുഭവങ്ങളാണ് ഇതൊക്കെ. ഈ പറഞ്ഞു എങ്കിലും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്രായത്തിലുള്ള എല്ലാ കുട്ടികളും അല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇങ്ങനെ കൊച്ചു രസകരമായ സംഭവങ്ങളായിട്ട് മാത്രമേ ഇതിനെ കാണാവുള്ളൂ അല്ലേ? അതിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവം. തല്ലൊക്കെ കൂടാറുണ്ടോ? തല്ലൊക്കെ കൂടാറുണ്ട്. കൂടുതലും എന്റെ കൂട്ടുകാരിയായിട്ടാണ് കൂടാറുള്ളത്. ബെസ്റ്റ് ഫ്രണ്ട് ആണോ അത്? അതെ. അയ്യോ, ബെസ്റ്റ് ഫ്രണ്ടോട്ടാണോ തല്ലുകൂടുന്നേ? അതെന്ത് പറ്റി അങ്ങനെ ഒരു സംഭവം? അത് ചുമ്മാ ഇരിക്കുമോ എന്തെങ്കിലും ഞാൻ അവളെ പറയാം, അവളെ തിരിച്ചെന്നെ പറയാം. അങ്ങനെ പിന്നെ ഞങ്ങൾ അടിയാവും. പിന്നെ വീണ്ടും പഴയ കണക്ക് തന്നെ ആവും, പഴയതുപോലെ ആവും. ഓക്കെ. നമ്മളെല്ലാം റബ്ബർ ബാൻഡ് പോലെ അല്ലേ? ഓക്കെ. അത് നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുക. അവർ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ അങ്ങനെ നമ്മുടെ മനസ്സിൽ കിടക്കൂ. അല്ല ആരെങ്കിലും ഒരാൾ നമ്മുടെ വഴക്കുറേ നമുക്ക് ഫീൽ ചെയ്യുമോ? ഇല്ല. നമ്മുടെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട് അവരല്ലെങ്കിൽ ഏറ്റവും നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും നമ്മുടെ അച്ഛനാവട്ടെ, അമ്മയാവട്ടെ, ആരാവട്ടെ അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ വഴക്ക് പറയാറുണ്ടോ? വഴക്കുറയാറുണ്ട്. എന്ത് കുരുത്തക്കെടൊക്കെ ഉണ്ടോ? അങ്ങനൊന്നും ഇല്ല, വല്ലപ്പോഴും. അനിയൻ ഉണ്ടായോണ്ട് ഇപ്പൊ ഇച്ചിരി കുഴപ്പമാണ്. അനിയൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അനിയൻ LKG പഠിക്കുന്നു. അയ്യോടാ, LKG സ്റ്റുഡന്റ് ആണോ? അപ്പൊ എന്ത് വഴക്കുണ്ടാവാൻ അവിടെ? ഇവരിങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് കാണിക്കും. അന്നത്തെ അത് എന്റെ തലയിൽ കൊണ്ടിടും. പിന്നെ അമ്മ എന്റെ പുറകെ വരും, ഞാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനുള്ള പ്രായമൊക്കെ ഉണ്ടോ? ബുദ്ധിയൊക്കെ ഉണ്ടോ കൊച്ചിന്? ബുദ്ധിയൊക്കെ ഭയങ്കര കുരുട്ട് ബുദ്ധിയാണ്. കുരുട്ടല്ല, അപ്പൊ കുരുട്ട് ബുദ്ധി വരും അല്ലേ? അപ്പൊ ബാക്കിയുള്ള പിള്ളേരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. LKG കാരനെ പറയാനും മനസ്സിലാകത്തുമില്ല അല്ലേ? അവസാനം ഇത് കേട്ട അമ്മ അടിക്കാൻ വരുമോ? വരും. ആർക്കാണ് അടി കൊള്ളാറ്? എനിക്ക്. പാവം പിടിച്ച LKG കാരാ. ചേച്ചി എന്തിനാണ് ഇങ്ങനെ അടി മേടിപ്പിക്കുന്നത്? ചിലപ്പോൾ ഈ ഒരു പരിപാടി കേട്ടാൽ ചിലപ്പം അനിയന് ഒരു സ്നേഹമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ കേട്ടാ. ഒരിക്കലും ഇല്ല. അല്ല, ഇത് മാറ്റും, അനിയൻ മാറ്റും, ഉറപ്പായിട്ടും മാറ്റും. കാര്യം എന്ന് വെച്ചാൽ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നമ്മളിത് പറയാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പം അനിയന് മനസ്സിലാവും, എൻ്റെ ചേച്ചി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ളത് കേട്ടോ. ഇനി അടിക്കില്ല. എന്ത് വെച്ചാ അടിക്കുന്നത്? കൈ കൊണ്ട് തന്നെ. കുഞ്ഞു കൈ കൊണ്ട് നമുക്ക് വേദനിക്കും. വലിയ കൈ കൊണ്ടാണെങ്കിൽ വേദനയില്ല. വലിയ കൈയുടെ വേദനയൊക്കെ ഉണ്ട്, എന്നാലും കുഞ്ഞു കൈയുടെ അത്ര വേദന വരത്തില്ല. കുഞ്ഞു കൈ കൊണ്ട് അടിക്കുന്ന അടി എന്ന് വെച്ചാൽ 1.5 അടിയാണോ? 1.5 അടി തന്നെ. കമ്പൊന്നും ആയുധങ്ങളൊന്നും എടുക്കാറില്ലല്ലോ? ആയുധങ്ങളൊക്കെ എടുക്കാറുണ്ട്. പിച്ചാത്തയൊക്കെ എടുത്ത് തന്നെ എറിയൊക്കെ ചെയ്യും. ദൈവമേ, പുള്ളിക്ക് ഭാവിയുണ്ട്, നല്ല ഭാവിയുണ്ട് കേട്ടോ. പിച്ചാത്തി കുട്ടപ്പനായിട്ട് വരാൻ നോക്കണം. ഇനി ഇങ്ങനെയുള്ള ഇത്യാദി ആയുധങ്ങളെ എടുത്ത് മാറ്റി വെക്കാൻ പറയും അമ്മയെടുത്തതൊക്കെ കേട്ടോ. അമ്മയെടുത്ത് അച്ഛനടുത്തൊക്കെ പറയും ഇങ്ങനെയുള്ള പിച്ചാത്തി, കുന്താലി, കമ്പി ഇങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളൊക്കെ മാറ്റി വയ്ക്കാൻ പറയുക. കാര്യം ഈ പറഞ്ഞതൊക്കെ LKG കാരനാണെങ്കിലും ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ചിലപ്പം അവന് ഒന്നും അറിയത്തില്ലല്ലോ, അവനത് സെറ്റാണോ ചെയ്ത് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളിങ്ങനെ വഴക്കൊക്കെ മൂർച്ച് വരുമ്പോഴത്തേക്കിനും ചില പിച്ചാത്തി ഈ പറഞ്ഞൊക്കെ പിച്ചാത്തി ചെറിയോ അടിക്കോ കുത്തിയൊക്കെ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും?
ഒരു പ്രാവശ്യം ഇവന് എന്തോ ഡൈനോസറിനെ കണ്ട് മേടിച്ചു കൊടുത്തില്ല. ഇവൻ വീട്ടിൽ വന്നിട്ട് സവോള അരിഞ്ഞോണ്ടിരുന്നായിരുന്നു അമ്മ. പിച്ചാത്തി വിളച്ചപ്പോ അതിൽ തന്നെ എറിഞ്ഞു. ദേഹത്ത് കൊണ്ടില്ല? ദേഹത്ത് മുഖത്തിന് നേരെ വന്നത്. ഞാൻ കൈ വെച്ച് ഇങ്ങനെ നാക്കിയപ്പോ കൈ കൊണ്ട് നമ്മള് കൈ കൊണ്ടങ്ങ് തടഞ്ഞ്. പിന്നെ അല്ല. അപ്പം കരാട്ടെ പഠിക്കുന്നുണ്ടോ? കരാട്ടെ പഠിച്ചിട്ടുണ്ട്. അത് ഉപകരിക്കപ്പെട്ടു ഈ അനിയനെ കൊണ്ട്. അതെ, കുറച്ചും കൂടെ വിപുലമായിട്ട് പഠിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാര്യം അനിയൻ വളർന്നു വലുതായി വരുമല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ അമ്മയും അച്ഛനൊക്കെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. മക്കളൊക്കെ നല്ല നല്ല മക്കളൊക്കെ ആണെന്നുള്ള രീതിയിൽ അമ്മയും അച്ഛനൊക്കെ ഭയങ്കര ഹാപ്പിയാണല്ലേ? അതെ അതെ. ഓക്കെ. ഇപ്പൊ രാവിലെ എത്ര മണിക്ക് സ്കൂളിൽ പോകും? രാവിലെ ഒരു 8:50 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങത്തേ ഉള്ളൂ. 8:50 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിനടുത്താണോ സ്കൂള്? അതെ അതെ, വീട്ടിനടുത്ത്. എങ്ങനെ സ്കൂൾ ബസ്സിലാണോ പോണേ, നടന്നാണോ പോകുന്നത്, ലൈൻ ബസ്സിലാണോ? നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? രാവിലെ ഒരു 7 മണിയാകുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാ പരിപാടികൾ? അമ്മയൊക്കെ രാവിലെയൊക്കെ സഹായിച്ച് കൊടുക്കാറുണ്ടോ? കൊടുക്കും, സഹായിച്ചു കൊടുക്കും. ഓ, അമ്മയ്ക്കെല്ലാം സഹായിച്ചു കൊടുത്തിട്ടാണ് ഈ സ്കൂളിൽ പോണത്? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നല്ല കാര്യം. അപ്പം അതും അമ്മയ്ക്ക് ഒരു വലിയൊരു കൈത്താങ്ങാണല്ലേ. നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ അമ്മയെ സഹായിച്ചു കൊടുത്തിട്ട് വീട്ടിൽ സ്കൂളിൽ പോവുക, സ്കൂളിലെ ലോഡെല്ലാം കൂടെ ചുമക്കുക. സ്കൂളിൽ പിന്നെ നമുക്ക് ആരും സഹായിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? നമ്മളെ സഹായിക്കാനായിട്ട് ആരും ഇല്ലാതായി. അങ്ങൊരു കുഴപ്പമുണ്ട്. അത് കേൾക്കുമ്പോൾ അത് സ്കൂളിലൊരു തീരുമാനമാക്കി എടുക്കും കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിലൂടെ അങ്ങനെ ആവട്ടെ. കാരണം നമ്മൾ വീട്ടു ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനാമിക സ്കൂളിലോട്ട് വരുന്നത്. അപ്പൊ സ്കൂളിലെ ജോലികൾ ഇനി അനാമികയ്ക്ക് ഒരുപാട് കൊടുക്കാതിരിക്കുക ആണോ? ഇവിടെ പറഞ്ഞോ, അനാമിക ഒരുപാട് ജോലികൾ കൊടുക്കാതിരിക്കുക. ഓക്കെ അനാമിക നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അനാമിക സങ്കടമൊക്കെ വരാറുണ്ടോ? എന്നാ ചോദിക്കുമ്പോൾ സങ്കടം വരാത്ത മനുഷ്യരാരാണെന്നല്ലേ? അല്ല, ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചത് എപ്പോഴും ഇങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ചിരിച്ച് ആണ് ഇരിക്കുന്നത് അനാമിക. ഇപ്പം നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് അത് കാണാൻ പറ്റുന്നെങ്കിലും നമുക്കത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ചോദിച്ചത്, അനാമിക എപ്പോഴെങ്കിലുമൊക്കെ സങ്കടം വരുമോ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? വരാറുണ്ട്. സങ്കടം കരയാറുണ്ടോ? ഉറക്കെ ഇങ്ങനെ കണ്ണൊക്കെ? അത് കരയാറുണ്ട്. അത് കരയാറുണ്ട്. കൂടെ കരയാറുണ്ടോ? കൂടെ ഇല്ല. എന്തെങ്കിലും വിഷമം വരുമ്പോ, ഇല്ല ദേഷ്യം വരുമ്പോ ഞാൻ കൂടുതൽ കരയാറുള്ളത്. അയ്യോ, തിരിച്ചാണ്. അനിയനാണെങ്കിൽ ദേഷ്യം വരുമ്പോ കൈ കിട്ടുന്ന എറിയും, ചേച്ചി ആണെങ്കിൽ ദേഷ്യം വരുമ്പം കുത്തിയിരുന്ന് കരയും. അടിപൊളി. രണ്ടിനും പരിഹാരമായി. അപ്പൊ തരത്താനെ കര ഞങ്ങൾ തീർക്കും ദേഷ്യം വരുമ്പോൾ. നല്ല കാര്യമാണ്. അല്ലെങ്കിൽ നമുക്കൂടെ ദേഷ്യം വരുമ്പോൾ നമ്മൾ വേറൊരു ആയുധം എടുക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ മല്യുദ്ധം ആവത്തില്ലേ? അത് ദൈവം വലിയൊരു അനുഗ്രഹം തന്നേക്കുന്നത് കേട്ടോ. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഒരിടത്ത് സ്വന്തമായിട്ട് കരഞ്ഞ് അതിനെ അങ്ങ് അടക്കി അതിന് ഉടങ്ങട അതിന് ദേഷിക്കരുത്, അങ്ങനെ ഒരു വലിയൊരു പരിഹാര മാർഗ്ഗമാണത്. ഓക്കെ. അപ്പം പിന്നെ അന്നേരം അമ്മയോടോ അച്ഛനോടോ ഒന്നും ദേഷ്യമൊന്നുമില്ല, വഴക്കൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നടക്കട്ടെ. അങ്ങനെ വിനോദയാത്രയൊക്കെ പോകാറുണ്ടോ? പോകാറുണ്ട്. ഇപ്പൊ 1ാം ക്ലാസ് മുതൽ 8 വരെ എത്തി അല്ലേ? അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും മറക്കാനാവാത്ത അനുഭവങ്ങൾ സ്കൂളിൽ? രസകരമാകാം, സന്തോഷമാകാം, സങ്കടമാകാം, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം ടൂർ പോയായിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഹാപ്പി ലാൻഡിലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആയിരുന്നു അന്ന് ഹാപ്പി ലാൻഡിൽ പോകുന്നത്. അപ്പൊ അതിഷ്ടമായിരുന്നു. പിന്നെ ഞങ്ങളുടെ അമ്മയുടെ വീട്ടില് സംഗമം ഉണ്ടായിരുന്നു, കുടുംബ സംഗമം. ഞങ്ങൾ ഫാമിലിക്കാരെല്ലാം ഇങ്ങനെ ഓരോ ഗെയിം കളി, സ്പൂണില് നാരങ്ങ വെച്ച് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും പോകാനായിട്ട് ഇഷ്ടം എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. അതെന്താണ് പ്രത്യേകത? അവിടെ എന്താന്ന് അറിയത്തില്ല, എനിക്ക് എപ്പോഴും ഇഷ്ടം. കാരണം എൻ്റെ അങ്കിളിന്റെ വീട്ടില് വടക്ക് ഞങ്ങൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞങ്ങൾ അവിടെ പറയുന്ന അങ്ങനെ വടക്ക് പോകണം. അങ്കിളിന്റെ വീട് എവിടെയാണ്? വീട് അരുന്നല്ലൂർ, തേവലക്കര അരുന്നല്ലൂർ. അവിടെ പോകുമ്പം അവിടെ അച്ചാച്ചന്മാരുണ്ട്, അങ്കിളുണ്ട്, ആന്റിമാരുണ്ട്. അങ്ങനെ അവിടെ 2 വീട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. മുറ്റം, വലിയൊരു മുറ്റം. അവിടെ മണ്ണില്ല, ബീച്ച് കിടക്കുന്ന മണ്ണില്ലേ, ആ മണ്ണ് അവിടെ കിടക്കും. അപ്പൊ അവിടെ ഓടി കളിക്കാനും അതൊക്കെ നല്ല രസമാണ്. ഇപ്പോഴങ്ങനെ പോകാറൊന്നുമില്ല? ഇപ്പൊ പോകാറുണ്ട്. ഈ ജനുവരി ചേച്ചിയുടെ കല്യാണമായിരുന്നു ഫസ്റ്റ് വീക്ക്. അപ്പൊ അവിടെ ആയിരുന്നു, 2 ആഴ്ച അവിടെ ആയിരുന്നു. അങ്ങനെ മറക്കാത്ത നിമിഷങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടുള്ള നിമിഷങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അല്ലേ? ഇനി തുടർന്നും മുന്നോട്ടും അങ്ങനെയുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ കേട്ടോ. ഒരുപാട് എപ്പോഴും നമ്മളിങ്ങനെ ചിരിച്ച് ഹാപ്പി, ആരും ഞാൻ നേരത്തെ തുടക്കത്തിലെ പറഞ്ഞു, ആരും സങ്കടമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല ഇല്ല. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഒറ്റപ്പെടലിന്റെ ഒരു നിമിഷങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു ലോൺലിനെസ് അല്ലേ? അതെ അതെ അതെ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല. സ്കൂളിലൊന്നും ഇല്ല. ഓക്കെ. അപ്പം ബെസ്റ്റ് സുഹൃത്തിന്റെ പേരെന്താ പറഞ്ഞില്ലല്ലോ? അലോണ മരിയ. അലോണ അല്ലേ? അപ്പൊ അലോണ അടുത്ത് പറയുക കേട്ടോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ലേ? നിങ്ങൾ തമ്മിൽ പിന്നെ ഈ അടി ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അലോണയ്ക്ക് സങ്കടം വല്ലതും ഉണ്ടോ?
ഇല്ല സങ്കടം വരാനായിട്ട് അടി ഉണ്ടായ 1 മിനിറ്റ് പോലും കഴിയത്തില്ല. അതിന് മുമ്പ് ഞങ്ങൾ വീണ്ടും പഴയ കണക്ക് തന്നെ ആവും. ഇത് എന്തൊരു അടി ഇത്? ഇതിന് അടിയെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇത് ചുമ്മാതെ ഒരു നമ്മള് ശ്വാസം വലിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ്, അതല്ലേ ഉള്ളൂ. എന്തായാലും സൗഹൃദം എന്ന് വെച്ചാൽ നല്ല സൗഹൃദത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടാവണം. എങ്കിലേ ആ ഒരു സൗഹൃദത്തിനൊരു ഉറപ്പുണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ എപ്പോഴും നമ്മൾ ഒന്ന് ഹാപ്പി ആയിട്ട് 24 മണിക്കൂറും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു അതിനകത്തൊരു ഉണ്ടാകുന്ന വിള്ളിൽ പിന്നെ ഭയങ്കര വലുതായിരിക്കും. ഇത് അങ്ങനെ തന്നെ അങ്ങ് പോകും അല്ലേ. നീ അനിയൻ അങ്ങനെ കുരുത്തക്കിടക്കെ ഉണ്ടോ വീട്ടിൽ? ഭയങ്കര കുരുത്തക്കേട്. അച്ഛനും അമ്മയൊക്കെ തല്ലാറുണ്ടോ അനിയനെ? തല്ലാറുണ്ട്. ഞാൻ കുഴപ്പമില്ല ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനെയാണോ അമ്മയാണോ അനിയനെയാണോ? അതിപ്പോ അങ്ങനെ വെച്ചാൽ ഒരാളെ പറഞ്ഞാൽ പിന്നെ ബാക്കി 2 പേർക്ക് ഫീലിംഗ് ആകത്തില്ല. അപ്പൊ 3 പേരെ പറയുന്നില്ലേ. അപ്പൊ അതിനകത്ത് ഒരാൾ ഇഷ്ടം ഉണ്ടെന്നല്ലേ? അങ്ങനൊന്നുമില്ല. ഇല്ലല്ലേ. ഓക്കെ, നമ്മുടെ അച്ഛനും അമ്മയും അനിയനും അല്ലേ? അവരെ കഴിഞ്ഞ് വേറെ ഒന്നും ഇല്ലല്ലേ? ഓക്കെ. പിന്നെ നമ്മൾ പഠിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? പഠിക്കാൻ എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ജോലി കിട്ടി ജീവിതമൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. ഇപ്പൊ ജീവിതം സെറ്റ് അല്ലേ? ഇപ്പൊ ജീവിതം സെറ്റ് ആണ്, പാരന്റ്സിന്റെ അണ്ടറിലല്ലേ. അപ്പൊ ഓക്കെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിട്ടല്ലേ, നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കുന്നല്ലേ. ഓക്കെ, എങ്കിൽ പോലും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് 10 വയസ്സ് നമുക്ക് സമ്പാദിച്ച് നമ്മുടെ കയ്യിൽ കിട്ടി, അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷവും വേറെയാണല്ലേ. ഓക്കെ, ആയിക്കോട്ടെ. നമുക്ക് ആ ശമ്പളം കിട്ടുകയാണെങ്കിൽ നമുക്ക് ജോലി വേണമല്ലോ. അത് എന്ത് ജോലി, എന്താകാനാണ് ആഗ്രഹം? ഇപ്പോഴും വല്ലതും അങ്ങനെ വല്ലതും പ്ലാനിങ് വല്ലതും ഉണ്ടോ? ഉണ്ട്, നേഴ്സ് ആവാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. നേഴ്സ്? എന്താണ് അങ്ങനൊരു ആ നേഴ്സിലോട്ട് ചിന്തിച്ചായിരുന്ന? എനിക്കറിയത്തില്ല. എന്റെ അമ്മയുടെ ജോബ് നേഴ്സായിരുന്നു. അമ്മ മധ്യപ്രദേശിലായിരുന്നു നേഴ്സായിട്ട്. ഓക്കെ. അപ്പൊ ഞാനും അമ്മയും എന്റെ ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഇവിടെ വരുന്നത്. ഞാൻ എന്റെ 3 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ തിരിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ അമ്മയും ഞാനും കൂടി അങ്ങ് മധ്യപ്രദേശിലൊക്കെ ആയിരുന്നു. അപ്പൊ അമ്മയുടെ ആ ഒരു നേഴ്സായിട്ടുള്ളൊരു എനിക്ക് തോന്നിയിട്ടുണ്ട് അത് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മ അത്രയും ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അതുമല്ല ഡ്യൂട്ടി സമയത്തൊക്കെ ആണെങ്കിൽ പിന്നെ വൈബ് അടിച്ച് നടക്കുക അങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും അമ്മയുടെ ആ ഒരു സംസാരത്തിന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. മധ്യപ്രദേശിൽ എന്തോ UCTH അങ്ങനെ എന്തോ ഒരു ചാരിറ്റബിൾ അമ്മ പറയും ചാരിറ്റബിൾ എന്നാ. അപ്പൊ അവിടെ ആയിരുന്നു അമ്മയ്ക്ക് ഡ്യൂട്ടി. അപ്പം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്ക് വീണ്ടും ചാരിറ്റബിളിൽ പോകണം. അമ്മ എല്ലാ ദിവസവും ചാരിറ്റബിളിന്റെ കാര്യം പറയാത്തൊരു ദിവസം ഇല്ല. അപ്പൊ അതുകൊണ്ടൊക്കെ എനിക്ക് അവിടെ നേഴ്സ് ആവാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ അതുകൊണ്ട്. ഓ അത് ശരി. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം വന്നത് അല്ലേ. ഞാൻ പെട്ടെന്ന് നേഴ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്താണ് പെട്ടെന്ന് നേഴ്സ് എന്ന് പറഞ്ഞത്. ബാക്കി പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. അപ്പം നേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മള് ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, അമ്മ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ ഉത്തരവാദിത്തങ്ങളൊക്കെ. ഇപ്പൊ അമ്മയ്ക്ക് ജോലിയില്ല? ഇപ്പൊ അമ്മയ്ക്ക് ജോലിയില്ല. ഇപ്പൊ അനിയൻ ഉണ്ടായതുകൊണ്ട് അമ്മ അനിയനെയൊക്കെ നോക്കേണ്ടുള്ളത് കൊണ്ട് ലീവ് എടുത്തല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും അതിലുപരി പിന്നെ മറ്റൊരു കാര്യമുണ്ട്. എന്താണ്, നല്ലൊരു ഡാൻസർ ആണോക്കെ ഞങ്ങൾ അറിഞ്ഞു. ഉള്ളയാണോ? അതെ. എന്ത് ഡാൻസ് ആണ്? ക്ലാസിക്കൽ ഞാൻ എടുക്കാറില്ല, സിനിമാറ്റിക് ആണ് ഡാൻസ്. സിനിമാറ്റിക് ഡാൻസ് ആണല്ലേ. അങ്ങനെ പഠിക്കുന്നുണ്ടോ അതോ? പഠിക്കുന്നില്ല. ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ കൂടുതലും. നിങ്ങള് ഫ്രണ്ടിന്റെ ഇടയിലുള്ള ഒരു പ്രാക്ടീസ് അല്ലേ? പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടോ? കുറെ ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റേജിലൊക്കെയാണോ അതോ സ്കൂളിലാണോ? സ്റ്റേജിലും ചെയ്യാറുണ്ട്, സ്കൂളിലും ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? ഇല്ല, വേറെ അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. കൂടുതലും ഞാൻ ഡാൻസിലാ ഫോക്കസ് ചെയ്യാറ്. എല്ലാവിധ ആശംസകൾ നേരുകയാണ്. മാത്രമല്ല നല്ലൊരു ഡാൻസർ ആവട്ടെ, അതിലുപരി നല്ലൊരു നേഴ്സ് ആവണമെന്ന് ആഗ്രഹിച്ചു. നേഴ്സ് ആവട്ടെ. എൻ്റെ ഒരു ആഗ്രഹം അതിക്കും മേലെ അതിനും മുകളിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതും ആകട്ടെ കേട്ടോ. എല്ലാം അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കട്ടെ. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു. അപ്പോൾ എല്ലാ ഭാവങ്ങളും അനാമിക സുമേഷ് അച്ഛൻ്റെ പേരാണല്ലേ? ഓക്കെ, നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.